നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ കോവിഡ് ബാധിച്ച് പുതുതായി മരണമൊന്നും ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 297 പേർ കൂടി രോഗമുക്തരാവുകയും ചെയ്തു. ആകെ രോഗമുക്തി നേടിയവർ ഇതോടെ 53,202 ഉയർന്നു. 6,372 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 47,000 കോവിഡ് പരിശോധനകൾ നടത്തിയതിൽ പുതുതായി 375 പേരിൽ മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗികൾ 59,921. ആകെ മരണം 347. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. പുതുതായി രോഗം പടരുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് തുടർച്ചയായി അനുഭവപ്പെടുന്നത്. രാജ്യമാകെ രോഗവ്യാപന തോതിൽ കുറവുണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 1,759 പേർക്ക് മാത്രമാണ് ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം രോഗമുക്തരുടെ എണ്ണം വൻതോതിൽ ഉയർന്നത് തുടരുകയും ചെയ്യുന്നു. 2,945 പേർക്കാണ് ബുധനാഴ്ച രോഗമുക്തി ഉണ്ടായത്. 27 മരണങ്ങളാണ് പുതുതായി രേഖപ്പെടുത്തിയത്. ആകെ രോഗബാധിതരുടെ എണ്ണം 2,72,590. ആകെ രോഗമുക്തരുടെ എണ്ണം 2,28,569. ആകെ മരണസംഖ്യ 2,816. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 83.9%. വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 41,205 കുറഞ്ഞു. ഇതിൽ 2,063 പേരുടെ നില ഗുരുതരമാണ്. ഇന്ത്യക്കാർക്ക് സന്ദർശക വിസ അനുവദിച്ചു ദുബായ്. ജൂലൈ 7 തന്നെ വിവിധ രാജ്യങ്ങൾക്ക് വിസിറ്റ് വിസ ദുബായ് അനുവദിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ നൽകി തുടങ്ങിയത് ഇപ്പോഴാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി പേർക്ക് വിസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. യുഎഇ അംഗീകൃത കോവിഡ് പരിശോധനാ സംവിധാനം ഇടുക്കി ഒഴികെ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ICA അനുമതി പ്രകാരം യുഎഇയിലേക്ക് മടങ്ങാൻ പ്യുവർ ഹെൽത്ത് കോവിഡ് PCR പരിശോധന നിർബന്ധമാണ്. നേരത്തെ കേരളത്തിൽ ഇത് കോഴിക്കോട്ടും പാലക്കാട്ടും മാത്രമായിരുന്നു. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റിൽ താൽക്കാലികമായി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇറാൻ, നേപ്പാൾ എന്നീ രാജ്യത്തു നിന്നുള്ള യാത്രക്കാർക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊമേഴ്സ്യൽ വിമാന സർവീസ് ആരംഭിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഒഴികെയുള്ള യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് വരാൻ മന്ത്രിസഭ അനുമതി നൽകിയതായി ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ വ്യക്തമാക്കി. വന്ദേ ഭാരത് മിഷൻ 5ാം ഘട്ടത്തിൽ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 338 വിമാനങ്ങൾ. ഇതിൽ 112 വിമാനങ്ങൾ കേരളത്തിലേക്ക്. അബുദാബി, ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കാണ് 112 വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ഒരു മാസക്കാലത്തേക്കുള്ള പട്ടികയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീളും. COVID-19 കാലത്തിന് ശേഷം ആഭ്യന്തര വിനോദസഞ്ചാര മേഖലയിലേക്ക് സന്ദർശകരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യത്തെ ഹോട്ടലുകൾക്കായുള്ള ഖത്തർ ക്ലീൻ പ്രോഗ്രാമിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമായി. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടെ ഖത്തർ ദേശീയ ടൂറിസം കൗൺസിലാണ് ഖത്തർ ക്ലീൻ പ്രോഗ്രാം നടത്തുന്നത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലാർന്ന കോഴിക്കോട് സ്വദേശി സലാലയിൽ മരണപ്പെട്ടു. കോഴിക്കോട് കാപ്പാട് സ്വദേശി നന്ദിചണ്ടി താഴെ വീട്ടിൽ അബൂബക്കറിന്റെ മകൻ സക്കരയാണ് മരിച്ചത്. 3 ദിവസമായി സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇത്തീനിലെ ഒരു സ്വകാര്യ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ 19 വർഷമായി ജോലി ചെയ്തു വരികയാണ് അദ്ദേഹം. നാളിതുവരെയുള്ള പതിവ് ശൈലിയിൽ നിന്ന് ഓൺലൈൻ വേദികളിലൂടെ വേറിട്ട ഈദ് ആഘോഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസി മലയാളി കൂട്ടായ്മകൾ. ഈദും ഓണവും ഒരുമിച്ച് ഈദോണമാക്കി സദ്യവട്ടവും ബിരിയാണിയും പായസ ഭക്ഷണമേളകളും കേരളത്തിന്റെ വൈവിധ്യമാർന്ന തനത് കലാപരിപാടികളുമൊക്കെയായി പ്രവാസി ഭൂമിയിൽ കൊച്ചു കേരളം തന്നെ സൃഷ്ടിച്ചാണ് പ്രവാസികളുടെ ഇതുവരെയുള്ള ഈദ് ആഘോഷം. ബലിപെരുന്നാൾ പ്രമാണിച്ച് മെട്രോ, ബസ് ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങളുടെയും സേവന കേന്ദ്രങ്ങളുടെയും സമയം പുനഃക്രമീകരിച്ച് ദുബായ്. സേവന കേന്ദ്രങ്ങൾ ഇന്നു മുതൽ 2 വരെ പ്രവർത്തിക്കില്ല. ഉംറമുൽ, ദൈറ, ബർഷ, അൽമനാര, അൽകഫാഫ്, അൽതവാർ സ്മാർട്ട് സേവന കേന്ദ്രങ്ങളിലും RT ആസ്ഥാനത്തും എല്ലാ ദിവസവും രാത്രിയിലും പകലിലും സേവനം ലഭ്യമാണ്. ബലിപെരുന്നാളിനുള്ള ഒരുക്കത്തിൽ കുവൈറ്റ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള കർശന നിയന്ത്രണങ്ങൾ കാരണം ആഘോഷമില്ലാതെ കടന്നുപോയ ചെറിയ പെരുന്നാളിൽ നിന്ന് വ്യത്യസ്തമായ ബലിപെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പ്രകടമായി കഴിഞ്ഞു. പള്ളികൾ മുഴുവൻ അടച്ചിട്ട സാഹചര്യത്തിൽ ചെറിയ പെരുന്നാളിന് പെരുന്നാൾ നമസ്കാരം പോലും സാധ്യമായിരുന്നില്ല. ലോകത്താകമാനമുള്ള ഇസ്ലാം മതവിശ്വാസികളെ പ്രതിനിധീകരിച്ച് 1000ഓളം ഹാജിമാർ അറഫയിൽ സംഗമിച്ചു. ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി എല്ലാവരും നിലകൊള്ളണം എന്ന് നമിറ പള്ളിയിലെ വാർഷിക ഖുത്ബയിൽ ഇമാം ആഹ്വാനം ചെയ്തു. തൊട്ടുരുമി നിന്ന് പ്രാർത്ഥിക്കുന്നതായിരുന്നു മുൻ വർഷങ്ങളിലെ രീതി. പക്ഷേ ഇത്തവണ അണമുറിയാത്ത ജനസാഗരം ഇല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.